ചൈന, അതോടൊപ്പം തന്നെ ബംഗ്ലാദേശ്, ഇപ്പോൾ നേപ്പാൾ തങ്ങളുടെ ഭൂപടം വരയ്ക്കുമ്പോൾ ഇന്ത്യയുടെ പ്രദേശങ്ങൾ ചേർത്ത് വരയ്ക്കുകയാണ്. എന്താണ് ഇങ്ങനെ തുടർച്ചയായി സംഭവിക്കുന്നത്? ഇന്ത്യയുടെ വളർച്ചയും നമ്മുടെ പുരോഗതിയും തടയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ നമ്മുടെ രാജ്യത്തിന് ചുറ്റുമുള്ള സുഹൃത്ത് രാജ്യങ്ങളുടെ പ്രവർത്തികളാണ്. യഥാർത്ഥത്തിൽ ഇന്ത്യക്ക് ഈ സുഹൃത്ത് രാജ്യങ്ങളെന്ന് പറയത്തക്ക ഒരു രാജ്യവും നമ്മുടെ ഭൂഖണ്ഡത്തിൽ ഇല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ രസം. മാത്രമല്ല, ഈ രാജ്യങ്ങളെല്ലാം ചൈന എന്ന് പറയുന്ന വ്യാളിയുടെ കയ്യിൽ അവരുടെ പിടുത്തത്തിലുമാണ്. അത് മാലദ്വീപ്സ് ആയാലും, നേപ്പാൾ ആയാലും, ബംഗ്ലാദേശ് ആയാലും, പാകിസ്ഥാൻ ആയാലും, മ്യാൻമർ ആയാലും എല്ലാം ചൈന ഇവിടെ എല്ലാം വരിഞ്ഞു മുറുക്കിയിരിക്കുകയാണ് ഇന്ത്യയെ പല ഭാഗത്തു നിന്നും. സൗഹൃദത്തോടെയും അവർ നക്കിയും കൊല്ലും കടിച്ചും കൊല്ലും എന്നുള്ള രീതിയിലാണ് അവർ നിൽക്കുന്നത്. കാര്യം ഈ ചെറിയ രാജ്യങ്ങളെല്ലാം ഇന്ത്യക്കെതിരായിട്ട് തിരിച്ചു വിടുന്നതിനകത്ത് ചൈനയുടെ പങ്ക് വളരെ വലുതാണ്. മ്യാൻമാറിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ, കാര്യം നമ്മുടെ നോർത്ത് ഈസ്റ്റിൻ്റെ കംപ്ലീറ്റ് ഇൻസർജൻസിക്ക് കാരണം മ്യാൻമാറാണ്. മ്യാൻമാറിനെ ഒരു ഏകാധിപത്യ രാജ്യമായിട്ട് ഒരു മിലിഷ്യയാക്കി നിർത്തിയിരിക്കുന്നത് ചൈനയുടെ സ്വാധീനമാണ്. ഇതേ തന്നെയാണ് ഇപ്പോൾ ബംഗ്ലാദേശിൽ സംഭവിച്ചിരിക്കുന്നത്. ഇപ്പോൾ നേപ്പാൾ പുതുതായിട്ട് അവരുടെ കറൻസി അടിക്കാൻ വേണ്ടിയിട്ട് ചൈനീസ് ഗവൺമെൻറ്റിനെയാണ് ഏൽപ്പിച്ചത്. അപ്പോൾ ആൾറെഡി അവിടെ ഒരു ജൻസി കലാപം ഉണ്ടായി. നമ്മുടെ ഏറ്റവും കൂടുതൽ തുളകളുള്ള ഒരു അതിർത്തിയാണ് നേപ്പാൾ. കാര്യം നേപ്പാളികൾക്ക് ഇപ്പോഴും ഇന്ത്യയിലേക്ക് വിസ ഇല്ലാതെ വരാമെന്നുള്ള ഒരു അവസരമുണ്ട്. അപ്പോൾ ഇതിനെ പാകിസ്ഥാനും ചൈനയും ഈ നേപ്പാളിനെ അവരുടെ പല കുതന്ത്രങ്ങൾക്കും ഉപയോഗിക്കുന്നുണ്ട്. നമ്മൾ വിമാനങ്ങൾ തട്ടിക്കൊണ്ടു പോകാനായാലും, മയക്കുമരുന്നുകൾ എത്തിക്കാനായാലും ഒക്കെ, തീവ്രവാദികൾ എത്തിക്കാനും ആയുധം എത്തിക്കാനും നേപ്പാളിൻ്റെ ബീഹാർ ബോർഡർ അവർ നല്ല രീതിയിൽ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഒരു സൗഹൃദ രാജ്യം എന്നുള്ള രീതിക്ക് ഒരു ഹിന്ദു രാഷ്ട്രം എന്നുള്ള രീതിയിൽ ഇന്ത്യയുമായിട്ട് ഏറ്റവും കൂടുതൽ അടുത്ത രാജ്യമായിരുന്നു നേപ്പാൾ. ഇപ്പോൾ ഈ ജിൻസി കലാപത്തിലൂടെ തന്നെ അത് എങ്ങനെയാണ് അപ്പോൾ ഇന്ത്യയുമായി കൂടുതൽ അകലുന്നത് കണ്ടോ? കാരണം ബംഗ്ലാദേശിൽ ഒരു സംവരണ പ്രക്ഷോഭം നടന്നപ്പോൾ ഇന്ത്യയുമായി ആ രാജ്യം അകലുകയാണ് ചെയ്തത്. അതെ, അത് അകത്തിക്കൊണ്ടുപോവുക തന്നെയാണ് ചെയ്യുന്നത്. ഈ ജൻസി കലാപങ്ങളിലൊക്കെ പുറകെ സോറോസിൻ്റെ ഫണ്ടും ചൈനയുടെ നീക്കങ്ങളൊക്കെയാണ് എപ്പോഴും അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ബംഗ്ലാദേശിലായാലും പാകിസ്ഥാനിലായാലും എല്ലാം പൊളിറ്റിക്സിനെ അവിടെ നിയന്ത്രിക്കുന്നത് ചൈന എന്ന് പറയുന്ന വ്യാളി തന്നെയാണ്. അപ്പോൾ നമുക്കത് കാര്യം അവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം പാകിസ്ഥാനിലുള്ള ഏറ്റവും വലിയ പ്രശ്നം ചൈന അവിടെ നടത്തുന്ന മൈനിങ്ങും അതിനെ എതിർക്കുന്ന ലോക്കലായിട്ടുള്ള ആൾക്കാരും തമ്മിലുള്ള വിഷയമാണ്. അപ്പോൾ ഇത് കൊണ്ട് ചൈനയ്ക്ക് അങ്ങ് അടിയറ വച്ചേക്കുന്ന ഒരു രീതിയാണ് നമ്മൾ കാണുന്നത്. ബംഗ്ലാദേശിലും ഭരണമാറ്റം വന്നപ്പോഴത്തേക്ക് നമ്മൾ പോസിറ്റീവായിട്ട് കുറച്ച് കാര്യങ്ങൾ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു. അവർ ഇന്ത്യയിൽ പഠിച്ച ഒരു സ്ത്രീയാണ്, ഒരു ഹിന്ദുവാണ്, പ്രോ ഹിന്ദു മൂവ്മെൻ്റാണ് നമ്മൾ പ്രതീക്ഷിച്ചത്. പക്ഷേ തീർച്ചയായിട്ടും ഒരു ഇന്ത്യ ഗവൺമെന്റിനെ എതിർക്കുന്ന ഒരു രീതിയിലേക്ക് പോകാനുള്ള ധൈര്യം അവർക്ക് കൊടുക്കുന്നു. മറ്റൊരു ബംഗ്ലാദേശ് നേപ്പാളിൽ രൂപപ്പെടുകയാണ്. അല്ല, ബംഗ്ലാദേശിനെക്കാളും വളരെ ഡേഞ്ചറാണ്, വളരെ സ്ട്രാറ്റജിക്കലി ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ നേപ്പാൾ എന്ന് പറയുന്നത്. കാര്യം നേപ്പാൾ ഇപ്പോഴും നമ്മുടെ നിയമം അനുസരിച്ചിട്ട് നേപ്പാളിലെ പൗരന്മാർക്ക് ഇന്ത്യൻ ആർമിയിൽ വരെ പ്രവേശനം നമ്മൾ കൊടുത്തിട്ടുണ്ട്. അത്രയും വലിയ ഒരു സൗജന്യം നമ്മൾ ചെയ്തു കൊടുക്കുകയാണ്. അതുപോലും നമ്മൾ നിർത്തേണ്ട കാലം ഒരുപാട് അതിക്രമിച്ചിട്ടുണ്ട്. നമ്മുടെ സൈന്യത്തിൽ ഒരു ഇന്ത്യൻ സൈനികനായിട്ട് വരാൻ ഒരു നേപ്പാളി പൗരന് സാധിക്കുമെന്നുള്ള രീതിയിലാണ് നമ്മൾ നിയമം നിർമ്മിച്ചു വെച്ചിരിക്കുന്നത്. അത്രയ്ക്ക് മേൽ സൗഹൃദമായ ഒരു രാജ്യമായിട്ടാണ് നമ്മുടെ സ്വന്തം രാജ്യത്തെ അല്ലെങ്കിൽ സംസ്ഥാനത്തെ പോലെ തന്നെയാണ് നമ്മൾ നേപ്പാളിനെ കരുതി വന്നതും അവർക്ക് ഫണ്ട് നൽകിയിട്ടുള്ളതും അവിടുത്തെ ഓരോ ഇൻഫ്രാസ്ട്രക്ചർ നമ്മൾ വികസിപ്പിച്ചു കൊടുത്തതും അവിടുത്തെ എല്ലാ കാര്യങ്ങൾക്കും ഇന്ത്യ ഇപ്പം ബംഗ്ലാദേശ് ആക്കിയതുപോലെ നേപ്പാളിനെ നേപ്പാളാക്കിയത് ഇന്ത്യയാണ്. ഇവരൊക്കെ തന്നെയാണ് നമുക്ക് വീണ്ടും ശത്രുക്കളായിട്ട് മാറുകയും നമുക്കെതിരായിട്ടുള്ള പ്രവർത്തനങ്ങളിലോട്ട് പോകുന്നത്. അവർ കാലാപാനിയൊക്കെ അവരുടെ സ്ഥലമാണെന്ന് അവർ പലപ്പോഴും ക്ലെയിം ചെയ്തിട്ടുണ്ട്. പക്ഷേ നമുക്കറിയാം, ഒരു യുദ്ധത്തിലൂടെയോ അല്ലെങ്കിൽ ഒരു പിടിച്ചടക്കലിൽ കൂടെയോ നേപ്പാളിന് ഇന്ത്യ ഒന്നും ചെയ്യാൻ സാധിക്കില്ല എന്ന് ലോകത്തെല്ലാവർക്കും അറിയാം. പക്ഷേ അവരുടെ പിന്നിൽ പ്രവർത്തിക്കുന്ന യഥാർത്ഥ ശക്തികൾ ഏതാണെന്ന് ചിലപ്പോഴൊക്കെ തല നീക്കി ദ്രഷ്ടകൾ പുറത്തു വരാറുണ്ട്. അതാണ് ഇപ്പോഴവർ കറൻസി അടിക്കാൻ വേണ്ടിയിട്ട് ചൈനയെ ഏൽപ്പിച്ചിരിക്കുന്നതിൻ്റെ കുഴപ്പം. ഇന്ത്യയിൽ തന്നെ ഇന്ത്യയുടെ കറൻസിക്ക് വേണ്ടിയിട്ടുള്ള പേപ്പർ വാങ്ങിച്ചുകൊണ്ടിരുന്നത് പാകിസ്ഥാൻ വാങ്ങിച്ചുകൊണ്ടിരുന്ന അതേ സ്ഥലത്ത് തന്നെയാണ്. അതാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കള്ളനോട്ട് വന്ന ഒരു കാരണം. നരേന്ദ്രമോദി വന്ന ഉടനെ നോട്ട് നിരോധനം കൊണ്ടുവന്നപ്പോഴത്തേക്കുള്ള പ്രധാനപ്പെട്ട ഒരു ഇഷ്യൂ അത് തന്നെയായിരുന്നു. കാര്യം ഇന്ത്യയിലുള്ള അതേ പേപ്പറിൽ പാകിസ്ഥാൻ കണ്ടെയ്നർ കണക്കിന് നോട്ടടിക്കുകയും ഇന്ത്യയിലേക്ക് അയക്കുകയും ചെയ്തിരുന്നു എന്ന് നമ്മൾ കണ്ടതാണ്.
അപ്പോൾ ഇതേ രീതിയിൽ തന്നെയാണ് ഇപ്പം നേപ്പാളിന് വേണ്ടിയിട്ട് അടിക്കുന്ന ചിലപ്പോൾ അത്രയും നോട്ടുകൾ ചൈനയ്ക്ക് വേണ്ടിയിട്ട് അടിച്ചിട്ട് ലോകം മുഴുവൻ വിതരണം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നേപ്പാളിൻ്റെ അവസ്ഥ എന്തായിരിക്കും എന്ന് ആലോചിച്ചു. വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു സിറ്റുവേഷനിലോട്ടാണ്. പിന്നെ അതൊരു കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രം എന്നുള്ള രീതിയിൽ നിന്നാണ് മാറി ഒരു ചിന്ത വന്നത്. പക്ഷേ എന്നിട്ടും കമ്മ്യൂണിസ്റ്റ് ദ്രംഷ്ടകൾ അവിടുന്ന് മാറുന്നില്ല. അല്ലെ, ഈ നീക്കങ്ങൾ ഒരു അന്താരാഷ്ട്ര തലത്തിൽ നടക്കുന്നുണ്ടോ? ബംഗ്ലാദേശ്, അതോടൊപ്പം തന്നെ ശ്രീലങ്ക, നേപ്പാൾ, മാലി എന്നീ എല്ലാ രാജ്യങ്ങളും ഇന്ത്യക്ക് അയൽ രാജ്യങ്ങളുമായി എല്ലാം ചില ഇടക്കാലങ്ങളിൽ പ്രശ്നങ്ങളുണ്ടല്ലോ. അത് തീർച്ചയായിട്ടും ഉണ്ടാവും. കാര്യം നമുക്കറിയാം, ലോകത്തിൻ്റെ ഈ ഒരു ബൈപോളാർ ലെവൽ നോക്കുമ്പോഴത്തേക്ക്, ബൈപോളാർ ലെവലിലാണ് നമ്മൾ എടുക്കുകയാണെങ്കിൽ പാകിസ്ഥാൻ അമേരിക്കയുമായിട്ട് ഒരിക്കലും യോജിക്കാത്ത രാജ്യമാണ് ചൈന. പക്ഷേ ഇവർ രണ്ടുപേരും യോജിക്കുന്ന ഒരു കോമൺ പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയെ എതിർക്കുക എന്നുള്ള കാര്യത്തിലാണ് അമേരിക്കയും ചൈനയും യോജിക്കുന്നത്. ചൈനയ്ക്ക് വേണ്ട, ഇന്ത്യക്കെതിരായിട്ട് എന്ത് നടപടിക്കും വേണ്ട സഹായം അമേരിക്ക ചൈനയ്ക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്ത്യയെ ശ്വാസം മുട്ടിക്കാൻ വേണ്ടിയിട്ട് അമേരിക്കയാണെങ്കിൽ, അതുപോലെ പാകിസ്ഥാനും ചൈനയും ഇവർ രണ്ടുപേരും ഒരേപോലെ ഇടപെടുന്ന ഒരു രാജ്യമാണ് പാകിസ്ഥാൻ. പാകിസ്ഥാൻ ഒരേ സമയം ചൈനയിൽ നിന്നും അമേരിക്കയിൽ നിന്നും ഫണ്ട് നേടുന്നുണ്ട്. അപ്പോൾ ഇന്ത്യ എന്നുള്ളത് ലോകത്ത് ഒരു വേൾഡ് പവറായിട്ട് മാറുന്നതിനെ എതിർക്കാൻ വേണ്ടിയിട്ട് കൂട്ടുകൂടുന്ന പലരെയും നമുക്ക് കാണാൻ പറ്റും. ഈ ഇടപാടുകൾക്ക് നടുക്ക് തന്നെ നിന്നിട്ട് നമുക്ക് കുതിച്ചു മേളിലോട്ട് പോകേണ്ട ഒരു അവസ്ഥയാണ് വന്നിരിക്കുന്നത്. കാര്യം ചുറ്റും നമ്മൾ വലയപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് വേറെ മാർഗമൊന്നുമില്ല, നമ്മൾ ആകാശത്തോട്ട് കുതിക്കുന്ന ഒരു രീതിയാണ് നമ്മൾ ഇപ്പം പ്രവർത്തിച്ചു വരുന്നത്. അല്ല, അതായിരിക്കുമല്ലേ ലോകരാജ്യങ്ങളുടെ തന്ത്രം, ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളെ കൂടുതൽ കയ്യിലാക്കി ഇന്ത്യയെ പ്രതിസന്ധിയിലാക്കുക? ഇല്ല, നമ്മളെ പ്രധാനമന്ത്രി തന്നെ ഒരിക്കൽ പറഞ്ഞതുമാതിരി നമുക്ക് ഉണ്ടാകുന്ന ചലഞ്ചസിനെ നമ്മൾ അവസരങ്ങളാക്കി മാറ്റുന്നതാണ് ഇന്ത്യയുടെ ഒരു രീതി എന്ന് പറയുന്നത്. ലോകത്ത് ഏറ്റവും കൂടുതൽ ഉപരോധം വന്നത് ഇന്ത്യക്കെതിരെയാണ്. ആ സമയത്ത് പോലും നമ്മൾ ആ ഓരോ ഉപരോധവും നമ്മളൊരു അവസരമാക്കുകയും അതിനെ നമ്മൾ മറികടക്കുകയും ചെയ്തിരുന്ന ഒരു കാര്യമുണ്ട്. ഇന്നലത്തെ പ്രധാനമന്ത്രിയുടെ ഒരു പ്രസ്താവന വളരെ രസകരമാണ്. റോക്കറ്റ് കാളവണ്ടിയിൽ കൊണ്ടുപോയി വിക്ഷേപിച്ചിരുന്ന ഒരു സമയമുണ്ടായിരുന്നു. നമുക്ക് ആ ഒരു പടം നമ്മൾ കണ്ടിട്ടുണ്ട്. APJ അബ്ദുൽ കലാമിന്റെ സമയത്ത് റോക്കറ്റ് സൈക്കിളിന്റെ കേരളത്തിലെ തിരുവനന്തപുരത്ത്. അതിൽ നിന്ന് ഇന്ത്യ നാസയ്ക്ക് ഒപ്പമുള്ള ഒരു ഏജൻസി ആയിട്ട് നമ്മൾ മാറി. നാസ പോലും അവരുടെ ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കാൻ നമ്മളെ ഏൽപ്പിക്കുന്ന ഒരു അവസരത്തിലോട്ട് എത്തി. അപ്പം നമുക്കിത് ഡൈവേഴ്സിഫൈ ചെയ്യുക, നമ്മൾ മുന്നേറുക എന്നുള്ളതല്ലാതെ ഇവരുമായിട്ട് പോരാടുന്നതിന് പകരം നമ്മൾ മുന്നേറുക, നമ്മൾ ശക്തിപ്പെടുക എന്നുള്ളത് മാത്രമാണ് നമുക്കുള്ള. ഇപ്പം ലോകത്ത് തന്നെ എയർഫോഴ്സുകളിൽ ശക്തികളിൽ ഒന്നാമത് ഒരു അമേരിക്കയും റഷ്യയും കഴിഞ്ഞ് കഴിഞ്ഞാൽ മൂന്നാം സ്ഥാനത്ത് ഇന്ത്യ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഇതൊക്കെ ചൈനയെ ഭീതി പിടിപ്പിക്കുന്ന കാര്യങ്ങളാണ്. ചൈനയിൽ തന്നെ ചൈന സൗഹൃദം എന്ന് പറയുമ്പോൾ അടിയിൽ കൂടിയുള്ള, തീർച്ചയായിട്ടും അവർ ഒരിക്കലും വിശ്വസിക്കാൻ പറ്റാത്ത ഒരു സമുദായമാണ് ചൈനീസ് രീതികൾ എന്ന് പറയുമ്പോൾ. ലോകത്ത് ആരുമായിട്ട്, എനിക്ക് തോന്നുന്ന 17 രാജ്യങ്ങളായിട്ട് ലോകത്ത് ഒരേ സമയത്ത് യുദ്ധമുഖത്ത് നിൽക്കുന്ന രാജ്യമാണ് ചൈന. 17 രാജ്യങ്ങളായിട്ട് അവർക്ക് അതിർത്തി തർക്കമുണ്ട്. അപ്പോൾ ഈ 17 പേരുമായിട്ട് നമുക്കൊരാൾക്ക് പിണക്കം ഉണ്ടാവുക എന്ന് പറയുമ്പോഴത്തേക്ക് പ്രശ്നം ഈ 17 പേരുടെ അല്ല, നമ്മുടേതായിരിക്കും പ്രശ്നം. എല്ലാവരുമായിട്ടും ഈ തായ്വാനിനെ ഒഴിച്ചു നിർത്തിയിട്ടാണ് ഞാൻ പറഞ്ഞത്. തായ്വാൻ പോയിട്ട് ഏകദേശം 17 രാജ്യങ്ങളുമായിട്ട് അവർക്ക് ഇൻ്റർനാഷണൽ ഡിസ്പ്യൂട്ടുണ്ട്. അപ്പോൾ അവർ ഒരു ഡിസ്പ്യൂട്ടിൻ്റെ ആളാണ്. അപ്പോൾ ഇന്ത്യയിലേയും കിട്ടുന്ന സ്ഥലങ്ങൾ മുഴുവൻ കൈയടക്കാൻ വേണ്ടിയിട്ട് അവർ ശ്രമിക്കുന്നുണ്ട്. നമ്മൾ ചെറുത്ത് നിൽക്കുന്നുണ്ട്. ഇന്ത്യക്ക് ഇതുവരെ ഉണ്ടായ യുദ്ധങ്ങളിൽ ഏറ്റവും കൂടുതൽ തിരിച്ചടി നേരിട്ടിട്ടുള്ളത് നമ്മുടെ ചൈനയിൽ നിന്നാണ്. ഇപ്പോഴും നമ്മുടെ ചൈന യുദ്ധത്തിൽ പിടിച്ചടക്കിയ സ്ഥലങ്ങൾ മുഴുവൻ ഇപ്പോഴും അവർ കൈവശം വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ മുൻകൈ എടുക്കുന്നുണ്ട്. ബംഗ്ലാദേശിൻ്റെ ഉപയോഗശൂന്യമായിട്ടുള്ള എയർപോർട്ടുകളൊക്കെ അവർ നവീകരിച്ചു കൊടുക്കുന്നുണ്ട്. ധാരാളമായിട്ട് ഫണ്ട് ഇറക്കുന്നുണ്ട്. അത് പൈസ കൊടുത്ത് രാജ്യങ്ങളെ വാങ്ങുന്ന ഒരു രീതിയാണ് ചൈന ചെയ്തുകൊണ്ടിരിക്കുന്നത്. നേപ്പാളിനെയും ഇപ്പോൾ നമുക്ക് മനസ്സിലാകും, അവിടെ ഈ ജൻസി കലാപം നടന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പുറകെ പൈസ ഇറക്കിയതും ഇതെല്ലാം ഓർഗനൈസ് ചെയ്തതെല്ലാം ചൈന ആയിരിക്കണം. ചൈന തന്നെയാണ് അവിടുത്തെ പ്ലെയർ. ഏഷ്യയിൽ ഏറ്റവും വലിയ പ്ലെയർ എന്ന് പറയുന്നത് ചൈന തന്നെയാണ്. അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ കഷ്ടത അനുഭവിക്കുന്നതും ചൈനീസ് ഇടപാടുകളിൽ കൂടെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുകളുണ്ടാകും. അവരവരുടെ പോളിസി എന്തായാലും മാറ്റത്തില്ല. ഞാൻ നേരത്തെ പറഞ്ഞ മതി 17 രാജ്യങ്ങളുമായിട്ട് ഒരേ സമയത്ത് ശത്രുത ഉണ്ടാകണമെങ്കിൽ അവർക്ക് ജപ്പാനുമായിട്ട് പ്രശ്നമുണ്ട്, വിയറ്റ്നാമുമായിട്ട് പ്രശ്നമുണ്ട്, പിന്നെ ബംഗ്ലാദേശുമായിട്ട് പ്രശ്നമുണ്ട്, ഫിലിപ്പീൻസുമായിട്ട് വലിയ രീതിയിലുള്ള വിഷയങ്ങളുണ്ട്. അപ്പം എല്ലാം ചൈനയുടെ വകയാണ് എന്നുള്ള രീതിയിലുള്ളൊരു കൺസെപ്റ്റാണ് പോകുന്നത്. ലോകം മുഴുവൻ ചൈനയുടെ വകയായിരുന്നു. നമ്മളൊക്കെ സ്വാതന്ത്ര്യം പ്രാപിച്ചത് അവർക്ക് ഇതുവരെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. ഇന്ത്യയുടെ തന്നെ ടിബറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഏറ്റവും വലിയ, നമ്മുടെ തലയിലെ കിരീടത്തിലെ രത്നമാണ് നമ്മുടെ ടിബറ്റ്. അത് തന്നെ നമ്മൾ പോയിട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല.